ഇന്ന് നിരവധി കുടുംബങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട സർക്കാർ പദ്ധതിയെക്കുറിച്ചാണ് പറയുവാനായിട്ട് പോകുന്നത്. കേരള സർക്കാരിന്റെ അഭയകിരണം പദ്ധതി 2026-27 വർഷത്തേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. പലരും ഈ പദ്ധതിയെക്കുറിച്ച് തെറ്റിദ്ധരിക്കാറുണ്ട്. വിധവയ്ക്കാണ് ഈ ഒരു തുക ലഭിക്കുന്നത് എന്ന് പലരും കരുതുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത് 50 വയസ്സ് പൂർത്തിയായ ഒരു വിധവയെ സംരക്ഷിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്ന ബന്ധുവിനാണ്. അതിനാൽ തന്നെ ഈ വീഡിയോ മുഴുവനായിട്ടും ശ്രദ്ധിച്ച് കാണേണ്ടതാണ്. ഇനി ഈ ഒരു പദ്ധതിയുടെ വിശദമായിട്ടുള്ള വിവരങ്ങൾ പരിശോധിക്കാം. കേരള സർക്കാരിന്റെ വനിതാ ശിശു വികസന വകുപ്പാണ് അഭയകിരണം പദ്ധതി നടപ്പിലാക്കുന്നത്. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള അപേക്ഷകൾ നിലവിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഈ പദ്ധതിയിൽ 50 വയസ്സ് പൂർത്തിയായ വിധവയെ വീട്ടിൽ സംരക്ഷിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്ന ബന്ധുവിന് പ്രതിമാസം 1000 രൂപ വീതം സാമ്പത്തിക സഹായം നൽകുന്നതാണ്. ഇവിടെ ഒരു പ്രധാന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ തുക വിധവയുടെ അക്കൗണ്ടിലേക്കല്ല ലഭിക്കുന്നത്. അവരെ പരിചരിക്കുന്ന മകൾ അല്ലെങ്കിൽ മരുമകൾ അല്ലെങ്കിൽ മറ്റ് അടുത്ത ബന്ധു എന്നിവർക്കാണ് ഈ ഒരു ധനസഹായം ലഭിക്കുന്നത്. അതായത് കുടുംബത്തിൽ 50 വയസ്സ് കഴിഞ്ഞ ഒരു വിധവ ഉണ്ട് എങ്കിൽ അവരെ പരിചരിക്കുന്ന വ്യക്തിക്ക് ഈ ഒരു പദ്ധതിയിലൂടെ സഹായം ലഭിക്കുവാനുള്ള അവസരമുണ്ട്. ഈ പദ്ധതിയിലൂടെ പ്രതിമാസം 1000 രൂപ അഥവാ ഒരു വർഷത്തിൽ 12,000 രൂപ വരെ ധനസഹായം ലഭിക്കുന്നതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ടത് എവിടെയാണെന്ന് പരിശോധിക്കാം. അപേക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് തങ്ങളുടെ പ്രദേശത്തെ അങ്കണവാടിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. സമീപത്തെ അങ്കണവാടി ടീച്ചറിൽ നിന്ന് അപേക്ഷാ ഫോം വാങ്ങി ആവശ്യമായിട്ടുള്ള രേഖകൾ സഹിതം സമർപ്പിച്ച് നൽകാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിലോ ബന്ധുക്കളുടെ വീട്ടിലോ ഈ ഒരു പദ്ധതിക്ക് അർഹരായവർ ഉണ്ട് എങ്കിൽ അപേക്ഷിക്കുവാനുള്ള അവസരം നഷ്ടപ്പെടുത്തരുത്. വീണ്ടും ഓർമ്മിക്കേണ്ട കാര്യങ്ങളുണ്ട്. പദ്ധതിയുടെ പേര് അഭയ കിരണം പദ്ധതി എന്നാണ്. അപേക്ഷ 2026-27 വർഷത്തേക്കാണ് ആരംഭിച്ചിരിക്കുന്നത്. 50 വയസ്സ് പൂർത്തിയായ വിധവയെ പരിചരിക്കുന്ന ബന്ധുവിനാണ് ആനുകൂല്യം ലഭിക്കുന്നത്. പ്രതിമാസം 1000 രൂപ, വർഷത്തിൽ 12,000 രൂപ വരെ ധനസഹായം ലഭിക്കുന്നതാണ്. ഈ വിവരം പരമാവധി സുഹൃത്തുക്കളിലേക്കും കൂടെ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.